ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിങ്ങൾ അവഗണിച്ച് കളയുന്നു. ഇവയാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, മറ്റുള്ളവ അവഗണിക്കാതെ തന്നെ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഫരിസേയരിൽ ഒരുവന്റെ ഭവനത്തിൽ അതിഥിയായി ഭക്ഷണത്തിനെത്തിയ ഈശോ ഫരിസേയരുടെയും നിയമജ്ഞരുടെയും ആത്മാർത്ഥതയില്ലായ്മയെയും ഭക്തിയുടെ മറവിൽ അവർ കാണിച്ചു കൂട്ടുന്ന പൊള്ളത്തരങ്ങളെയും കാപട്യങ്ങളെയും ചൂണ്ടിക്കാണിക്കുന്ന വചനഭാഗമാണ് നാം ഇന്ന് ശ്രവിക്കുന്നത്. കപടനാട്യക്കാരായ നിയമജ്ഞർക്കും ഫരിസേയർക്കുമെതിരെ ദുരിതം പ്രഖ്യാപിക്കുകയാണ് തിരുവചനങ്ങൾ. എല്ലാ നിയമങ്ങളും കൃത്യമായി ചെയ്യുന്ന ഇക്കൂട്ടർ ദേവാലയങ്ങളിൽ ദശാംശം കൊടുക്കുന്നുവെങ്കിലും സിനഗോഗുകളിൽ പ്രമുഖ സ്ഥാനം അലങ്കരിക്കുന്നതിനും പൊതുസ്ഥലങ്ങളിൽ അഭിവാദനങ്ങൾ സ്വീകരിക്കുന്നതിനും താങ്ങാനാവാത്ത ചുമടുകൾ മനുഷ്യരുടെ തലയിൽ വെച്ച് കിട്ടുന്നതിനുമാണ് ശ്രമിച്ചത്. എന്നാൽ ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും ഇക്കൂട്ടർ അന്വേഷിച്ചില്ല. മറ്റുള്ളവർക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും എനക്കുവാൻ ഇവർ ശ്രമിച്ചതുമില്ല. കുഴിമാടങ്ങളോടാണ് ഇത്തരക്കാരെ ഈശോ വിശേഷിപ്പിച്ചത്. ഈശോ അവരുടെ കൂടെ ഉണ്ടായിരുന്നിട്ടും ഈശോയുടെ വചനങ്ങൾ ശ്രവിക്കുവാനോ ഈശോയുടെ പ്രബോധനങ്ങൾക്കനുസരിച്ച് സ്വയം നവീകരിക്കുവാനോ തങ്ങൾക്ക് ചുറ്റിലുമുള്ള സഹോദരങ്ങൾക്ക് നീതി നടപ്പാക്കി കൊടുക്കുവാനും അവർക്ക് കഴിഞ്ഞില്ല എന്നത് എത്ര ദൗർഭാഗ്യകരമാണ്. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കൊച്ചുമക്കളെ, സമ്പത്തും സ്ഥാനമാനങ്ങളും പേരും പ്രശസ്തിയും സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾക്കിടയിൽ പലരും തട്ടി വീഴ്ത്തുന്നതും ഒപ്പം ധാർമ്മിക മൂല്യങ്ങൾ ചവിട്ടി മെതിക്കപ്പെടുന്നതുമായ പതിവ് കാഴ്ചകൾ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം ജീവിക്കുന്നത്. നിയമവും ആചാരാനുഷ്ഠാനങ്ങളും വ്യാഖ്യാനിക്കുമ്പോഴും നടപ്പിലാക്കുമ്പോഴും മനുഷ്യൻ്റെ സമഗ്രമായ സന്തോഷവും ദൈവത്തിൻ്റെ നീതിയും നടപ്പിലാക്കും വിധം അവയെല്ലാം ക്രമപ്പെടുത്തണമെന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു. അധർമ്മത്തോടും അസത്യത്തോടും ഒരുവിധ സന്ധി സംഭാഷണങ്ങൾക്കും ഈശോ തയ്യാറായില്ല. നാമും അങ്ങനെയായിരിക്കണം. ദൈവത്തിൻ്റെ നീതിയും സ്നേഹവും നിറഞ്ഞു നിൽക്കുന്ന സമൂഹങ്ങളിലും കുടുംബങ്ങളിലും വ്യക്തികളിലും സമാധാനം എന്നും നിറഞ്ഞു നിൽക്കും. എവിടെയെല്ലാം അത് ലംഘിക്കപ്പെടുന്നുവോ അവിടെയുള്ള സകല സംവിധാനങ്ങളും തകിടം മറയുന്നതായി നമുക്ക് ചുറ്റുമുള്ള കാഴ്ചകളിൽ നിന്നും അനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാം. ദൈവത്തിൻ്റെ സ്നേഹത്തിനും നീതിക്കും സമത്വത്തിനും തടസ്സം നിൽക്കുന്ന ആളുകളെയും ചിന്താധാരകളെയും പ്രസ്ഥാനങ്ങളെയും തിരിച്ചറിയുവാനും അവയ്ക്ക് നേരെ പ്രതികരിക്കുവാനും പ്രവർത്തിക്കുവാനും യേശുവിനെ പോലെ നമുക്കും സാധിക്കണം. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമുക്ക് ഇന്നേ ദിവസം ഈശോയോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോയെ കപടതയുടെയും അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയുടെയും എല്ലാം മുഖമൂടികൾ മാറ്റിവെച്ച് ഞങ്ങളെ തന്നെ സ്വയം നവീകരിച്ചുകൊണ്ട് പൂർണ്ണമായി അങ്ങയെ സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് ചുറ്റിലുമുള്ള വേദന അനുഭവിക്കുന്നവരെയും പുറന്തള്ളപ്പെടുന്നവരെയും അവഗണിക്കപ്പെടുന്നവരെയും കൂടെ ചേർത്ത് നിർത്തി അവർക്കായി ധാരാളം നന്മകൾ ചെയ്യുവാനും അങ്ങേ സ്നേഹം അവരുമായി പങ്കുവെക്കുന്നതിനും ഞങ്ങളെ എന്നും അനുഗ്രഹിക്കണമേ എന്ന്. അതിനായി ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോയോടൊപ്പമുള്ള ഏറ്റവും നല്ലൊരു ദിവസം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, ഈശോ നിങ്ങളെ സ്നേഹിക്കുന്നു. ഈശോ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു, ഒത്തിരി സ്നേഹിക്കുന്നു. ആമേൻ.